പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ, നമസ്കാരം. രാമായണത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലങ്കാലക്ഷ്മിയെ പരാജയപ്പെടുത്തി ലങ്കാലക്ഷ്മിക്ക് അനുഗ്രഹവും നൽകി ലങ്കാലക്ഷ്മിയുടെ ആശിസ് തിരിച്ചു സ്വീകരിച്ചുകൊണ്ട്, അഭിനന്ദനം തിരിച്ചു സ്വീകരിച്ചുകൊണ്ട് സീതയെ കാണാൻ ഹനുമാൻ പോകുന്ന സന്ദർഭമാണ്. ഉദകനിധി നടുവിൽ മരുവും ത്രികൂടാദ്രിമേൽ ഉല്ലംഘിതേബ്ധൗ പവനാത്മജന്മന ജനകനരപതിവരമകൾക്കും ദശാസ്യനും ചമേ വിറച്ചിതു വാമഭാഗം തുലോ ജനകനരപതി ദുഹിതൃവരനു ദക്ഷാംഗവും ജാതനെന്നാകിൽ വരും സുഖദുഃഖവും തദനു കപികുലപതി കടന്നിതു ലങ്കയിൽ താൻ അതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതരവി കിരണ രുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാൻ ഒരേടമൊഴിയാതെ ദശവദന മണിനിലയമായിരിക്കും മമദേവിയിരിപ്പേടം എന്നോർത്തു മാരുതി കനകമണി നികര വിരചിത പുരിയിലെങ്ങുമേ കാണാഞ്ഞു ലങ്കാവചനമൂർത്തിയിടിനാൻ. ഉടമയൊടും അസുരപുരി കനിവിനോടു ചൊല്ലിയോരുദ്യാനദേശേ തിരഞ്ഞു തുടങ്ങിനാൻ. ഉപവനവും അമൃത സമസലിലയുതവാപിയും ഉത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സചിവ ബലപതികൾ ഭവനങ്ങളും സൗവർണസാലധ്വജ പതാകങ്ങളും ദശവദന മണിഭവന ശോഭ കാണും വിധൗ ദിക്പാലമന്ദിരം ധികൃതമായി വരും കനകമണിരചിത ഭവനങ്ങളിൽ എങ്ങുമേ കാണാഞ്ഞ് പിന്നെയും നീളെ നോക്കും വിധൗ കുസുമചയ സുരഭിയുടെ പവനനതിഗൂഢമായി കൂടത്തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും ഒരു തരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും അതിനികടം അഖില ജഗദീശ്വരി തന്നെയും ആശുകനാശു കാട്ടിക്കൊടുത്തിടിനാൻ. മലിനതരചി കുരവസനം പൂണ്ടു ദീനയായി മൈഥിലിതാൻ കൃശഗാത്രിയായി എത്രയും ഭയവിവശമവനിയിലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചലം നയനജലമനവരതമൊഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേതി ജപിക്കയും നിശിചരികൾ നടുവിൽ അഴലൊടുമരുവുമീശ്വരി നിത്യസ്വരൂപിണിയെ കണ്ട് മാരുതി വിടപിവര ശിരസി നിബിടച്ഛതാന്തർഗതൻ വിസ്മയം പൂണ്ട് മറഞ്ഞിരുന്നിടിനാൻ. ദിവസകര കുലപതി രഘുത്തമൻ തന്നുടെ ദേവിയാം സീതയെ കണ്ടു കപിവരൻ കമലമകൾ അഖില ജഗദീശ്വരി തന്നുടൽ കണ്ടേൻ കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം. ദിവസകര കുലപതി രഘുത്തമൻ കാര്യവും ദീനത എന്നിയെ സാധിച്ചതിന്നു ഞാൻ. ഉഷസി നിശിചരിവരികളുടലു മമ ഭക്ഷിക്കും ഉറ്റവരായിട്ടൊരുത്തരുമില്ല മേ
മരണമിക വരുവതിനുമൊരു കഴിവു കണ്ടീല, മാനവവീരനുമെന്നെ മറന്നിതു. കളവിനിക വിരവിനൊടു ജീവനുമദ്യ ഞാൻ, കാകുൽസ്ഥനും കരുണാഹീനനെത്രയും. മനസി മുഹുരിവ പലതുമോർത്തു സന്താപേന, മന്ദമന്ദം എഴുന്നേറ്റു നിന്നാകുലാൽ. തരളതര ഹൃദയമൊടു ഭർത്താര ഓർത്തോർത്ത്, താണുകിടന്നൊരു ശിംശപാശാഖയും. സഭയപരവശ തരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്ത് വിലാപം തുടങ്ങിനാൾ. പവനസുതനിവ പലവുമാലോക്യ മാനസേ പാർത്ത് പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. ജഗദമലനയന രവിഗോത്രേ ദശരഥൻ ജാതനായാനവൻ തന്നെ പുത്രനായി. രതിരമണ തുല്യരായി 4 പേരുണ്ടിതു, രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ. രജനിചരകുലനിധനഹേതുഭൂതൻ പിതുരാജ്ഞയാ കാനനം തന്നിൽ വാണിടിനാൻ. ജനകനൃപസുതയും അവരജനുമായി സാദരം ജാനകീ ദേവിയെ തത്ര ദശാനനൻ കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിനഭുവി വിരവൊടു തിരഞ്ഞു നടക്കുമ്പോൾ വീണുകിടക്കും ജടായുവിനെ കണ്ടു. പരമഗതി പുനരവനു നൽകി അമ്മാല്യവൽ പർവ്വതപാർശ്വേ നടക്കും വിധൗ തഥാ. തരണിസുതനുടു സപതി സഖ്യവും ചെയ്തിതു, സത്വരം കൊന്നിതു ശക്രസുതനെയും. തരണിതനയനും അധ കപീന്ദ്രനായി വന്നിതു തൽപ്രത്യുപകാരമാശു സുഗ്രീവനും. കപിവരര വിരവിനോടു 4 ദിക്കിങ്കലും കണ്ടുവരുവാനയച്ചോരനന്തരം. പുനരവരിലൊരുവനഹമത്ര വന്നിടിനേൻ, പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ. ജലനിധിയും ഒരു ശതകയോജന വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നിടിനേൻ. രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനകം, രാത്രിയിലത്ര താതാനുഗ്രഹവശാൽ. തരുനികരവരമരിയ ശിംശപാവൃക്ഷവും തന്മൂലദേശേ ഭവതിയെയും മുദാകനിവിനോട് കണ്ട് കൃതാർത്ഥനായേനകം. കമലാഭാൽ കൃതകൃത്യനായിടിനാൻ. ഭഗവദനുചരരിലഹമഗ്രേസരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുതേ. പ്ലവകകുലവരനിധി പറഞ്ഞടങ്ങിടിനാൻ, പിന്നെ ഇളകാതിരുന്നാൻ അരക്ഷണം. കിമിതി രഘുകുലവര ചരിത്രം ക്രമേണ മേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം. പവനനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ, പാപിയാമെന്നുടെ മാനസഭ്രാന്തിയോ. സുചിരതരമൊരു പൊഴുതുറങ്ങാതെ ഞാൻ ഇഹ സ്വപ്നമോ കാൺമാൻ അവകാശമില്ലല്ലോ. സരസതരപതി ചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ. ഒരു പുരുഷനിതു മമ പറഞ്ഞുവെന്നാകിൽ, അത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ. ജനക നൃപദുഹിതൃവചനം കേട്ട് മാരുതി ജാതമോദം മന്ദമന്ദമിറങ്ങിനാൻ. വിനയമുടുമവനി മകൾ ചരണനളിനാന്തികേ വീണു നമസ്കരിച്ചാൻ. ഭക്തിപൂർവകം തൊഴുതു ചെറുതകലയവനാശു നിന്നിടിനാൻ. തുഷ്ട്യാകല പിംഗതുല്യ ശരീരനായി
ഇവിടെ നിശിചരപതി വലിയ മുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ? ശിവശിവ കിമിതി കരുതി മിഥിലാനൃപപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൾ. കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ച് കുമ്പിട്ടിരുന്നിതു കണ്ടു കപീന്ദ്രനും. ശരണമിക ചരണ സരസിജമഖില നായികേ, ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നും എന്നെ നീ. തവ സജീവനഹമിഹ തഥാവിധനല്ലഹോ, ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ. സുമുഖി കപികുലതിലകനായ സൂര്യാത്മജൻ, സുഗ്രീവഭൃത്യൻ ജഗൽ പ്രാണനന്ദനൻ. കപട ഒരുവരോടും ഒരു പൊഴുതുമറിയുന്നീല, കർമ്മണ വാച മനസ്സാവി മാതാവേ. പവനസുത മധുരതര വചന മധു കേട്ടുടൻ പത്മാലയാദേവി ചോദിച്ചിതാദരാൽ. ഋതമൃജു മൃദുസ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം. സദയമിഹവദ മനുജവാനരജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ. കലിതരുചി ഗഹന ഭുവി കാരണമെന്തടോ, കാരുണ്യവാരാന്യധേ കപികുഞ്ചര. തിരുമനസി ഭവതി പെരിക പ്രേമമുണ്ടെന്നത് എന്നോടു ചൊന്നതിന്മൂലവും ചൊല്ലു നീ. ശൃണു സുമുഖി നിഖിലമഖിലേശ വൃത്താന്തവും, ശ്രീരാമദേവനാണ് സത്യമോമലേ. ഭവതി പതിവചനമവലംബ്യ രണ്ടംഗമായി, ആശ്രയാശങ്കലും ആശ്രമത്തിങ്കലും മരുവിനതു പൊഴുതിൽ ഒരു കനകമൃഗമാലോക്യമാനിനു പിൻപേ നടന്നു രഘുപതി. നിശിതതര വിശിഖഗണചാപവുമായി ചെന്ന് നിജനാം മാരീചനെ കൊന്നു രാഘവൻ. ഉടനുടലുമുലയ മുഹുരുടജഭുവി വന്ന പോത് ഉണ്ടായ വൃത്താന്തമോ പറയാവതോ. ഉടനിവിടയവിടയടവിയിലടയെ നോക്കിയും ഒട്ടുകരഞ്ഞു തിരഞ്ഞുഴലും വിധൗ. ഗഗനഭുവി ഗഗനചരപതി ഗരുഡ സന്നിഭൻ കേണുകിടക്കും ജടായുവിനെ കണ്ട്. അവനുമഥ തവ ചരിതമഖിലമറിയിച്ചളവാശു കൊടുത്തിതു മുക്തി പക്ഷീന്ദ്രനും. പുനരടവികളിൽ അവരജേന സാകം ദ്രുതം പൊക്കു തിരഞ്ഞു കബന്ധഗതി നൽകി. ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ. അഥ ശബരി വിമല വചനേന പോന്ന് ഋഷ്യമൂകാദ്രിപ്രവര പാർശ്വേ നടക്കും വിധൗ. തപനസുതനിരുവരെയും അഴകിനോടു കണ്ട് അതിതാൽപര്യം ഉൾക്കൊണ്ടയച്ചിതെന്നെ തഥാ. ബദരവികുലോദ്ഭവന്മാരുടെ സന്നിധൗ ബ്രഹ്മചാരി വേഷമാലഭ്യ ചെന്നു ഞാൻ. നൃപതി കുലവര ഹൃദയമഖിലവും അറിഞ്ഞ് അതിനിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ തരണിസുത നികടഭുവി കൊണ്ടു ചെന്നിടിനേൻ. സഖ്യം പരസ്പരം ചെയ്യിച്ചിതാശു ഞാൻ. ദഹനനെയും അഴകിനോടു സാക്ഷിയാക്കിക്കൊണ്ട് ദണ്ഡമിരുവർക്കുമാശു തീർത്തിടുവാൻ. തരണിസുത ഗൃഹിണിയ ബലാൽ അടക്കിക്കൊണ്ട താരാപതിയെ വധിച്ച് രഘുവരൻ. ദിവസകരതനയനു കൊടുത്തിതു രാജ്യവും. ദേവിയെ ആരാഞ്ഞു കാൺമാൻ കപീന്ദ്രനും. പ്ലവകുല പരിവൃഢര നാലു ദിക്കിങ്കലും പ്രത്യേകമേകൈക ലക്ഷം നിയോഗിച്ചാൻ. അത് പൊഴുതു രഘുപതിയും അലിവോടരികെ വിളിച്ച് അങ്കുലീയം മമ കയ്യിൽ നൽകിയിടിനാൻ. നിതു ജനക നൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ. എന്നുടെ നാമാക്ഷരാന്വിതം പിന്നെയും സപതി തവ മനസ്സി ഗുരുവിശ്വാസ സിദ്ധയെ സാദരം ചൊന്നാളടയാളവാക്യവും.
അതു ഭവതി കരതളിരിലിനി വിരവിൽ നൽകുവൻ ആലോകയാലോകയാനന്ദപൂർവകം ഇതി മധുരതരമനിലതനയനുര ചെയ്തുടൻ ഇന്ദിരാദേവി തൻ കയ്യിൽ നൽകിയിടിനാൻ. പുനരധിക വിനയമൊടു തൊഴുതാതരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടിനാൻ. മിഥില നൃപസുതയും അതു കണ്ട് അതിപ്രീതയായി മേന്മേലൊഴുകുമാനന്ദ ബാഷ്പാകുലാൽ രമണമിവ നിജ ശിരസി കനിവിനൊടു ചേർത്ത് ഇതു രാമനാമാങ്കിതം അങ്കുലീയം മുദാ പ്ലവകുല പരിവൃഢ മഹാമതിമാൻ ഭവാൻ പ്രാണദാത മമ പ്രീതികാരീ ദൃഢം ഭവതി പരമാത്മനി ശ്രീനിധൗ രാഘവേ ഭക്തനതീവ വിശ്വാസ്യൻ ദയാപരൻ പല ഗുണവും ഉടയവരെയൊഴികെ മറ്റാരെയും ഭർത്താവയക്കയുമില്ല മത്സന്നിധൗ മമ സുഖവും അനുദിനമിരിക്കും പ്രകാരവും മൽപരിതാപവും കണ്ടുവല്ലോ ഭവാൻ. കമലദല നയന നഗതളിരിനി മാം പ്രതി കാരുണ്യമുണ്ടാം പരിചാരിക്ക നീ രജനിചരവരനാശനമാക്കുമെന്നെ കൊണ്ട് 2 മാസം കഴിഞ്ഞാലെന്ന് നിർണയം. അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടു നീ അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ. ത്വരിതമിക ദശമുഖനെ നിഗ്രഹിച്ചെന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലു നീ. അനിലതനയനും അഖിലജനനി വചനങ്ങൾ കേട്ട് ആകുലം തീരുവാനാശു ചൊല്ലിയിടിനാൻ. അവനിപതിസുതനോടടിയൻ ഭവദ്വാർത്തകളങ്ങുണർത്തിച്ചു കൂടുന്നതിൻ മുന്നമേ അവരജനും അഖില കപികുലബലവുമായി മുതിർന്നാശു വരും അതിനില്ലൊരു സംശയം. സുത സചിവ സഹജ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിനയക്കും ക്ഷണാൽ ഭവതിയെയും അതികരുണമഴകിനോടു വീണ്ട് നിൻ ഭർത്താവ് അയോധ്യക്കെഴുന്നള്ളും ആദരാൽ. ഇതി പവനസുതവചനമുടമയൊടു കേട്ടുപോതിന്ദിരാദേവി ചോദിച്ചരുളിനാൾ. ഇഹ വിതത ജലനിധിയെ നിഖില കപിസേനയോടേതൊരു ജാതി കടന്നു വരുന്നതും മനുജ പരിവൃഢനിധി വിചാരിച്ച നേരത്ത് മാരുതി മൈഥിലിയോടു ചൊല്ലിയിടിനാൻ. മനുജ പരിവൃഢനയും അവരജനയും അൻപോടു മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ വിരവിനോടടുത്തു കടത്തുവൻ മൈഥിലി. കിം വിഷാദം വൃഥാ മാനസേ ലഘുതരമമിതരജനിജരകുലമശേഷേണ ലങ്കയും ഭസ്മമാക്കിയിടുമനാകുലം. ദ്രുതമതിനു സുതനു മമ ദേഹ്യനുജ്ഞാം ഇനി ദ്രോഹം വിനാഗമിച്ചിടുവനോമലേ. വിരഹ കലുഷിത മനസ്സി രഘുവരനുമാം പ്രതി വിശ്വാസമാശു വന്നിടുവാനായി മുതാ. തരിക സരഭസമൊരടയാളവും വാക്യവും താവകം ചൊല്ലുവാനായരുൾ ചെയ്യണം. ഇതി പവനതനയ വചനേന വൈദേഹിയും ഇത്തിരി നേരം വിചാരിച്ചു മാനസേ. ചികുരഭരമതിൽ മരുവും അമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിയിടിനാൾ. ശൃണുതനയ പുനരൊരടയാളവാക്യം ഭവാൻ ശ്രുത്വാധരിച്ച് കർണേ പറഞ്ഞിടു നീ. സപതി പുനരതു പൊഴുതു വിശ്വാസം എന്നുടെ ഭർത്താവിനുണ്ടായി വരും എന്നു നിർണയം. ചിരമമിത സുഖമോടൊരു തപസി ബഹുനിഷ്ഠയാ ചിത്രകൂടാചലത്തിങ്കൽ വാഴും വിധൗ. പലലമതു പരിചരുടു ഉണക്കുവാൻ ചെക്കി ഞാൻ
പാർത്തതും കാത്തിരുന്നിടും ദശാന്തരെ. തിരുമുടിയും അഴകിനോട് മടിയിൽ മമ വച്ചുടൻ തീർത്ഥപാദൻ വിരവോടുറങ്ങിടിനാൻ. അതു പൊഴുതിൽ അതിചപലനായ ശക്രാത്മജനാശു കാകാകൃതി പൂണ്ടു വന്നിടിനാൻ. പല പൊഴുതു പല ലശകലങ്ങൾ കൊത്തിയിടിനാൻ. ഭക്ഷിച്ചു കൊള്ളുവാനെന്നോർത്തു ഞാൻ തഥാ പരുഷതരമുടനുടനെടുത്തെറിഞ്ഞിടിനേൻ. പാഷാണജാലങ്ങൾ കൊണ്ടതുകൊണ്ടവൻ ബപുഷി മമസിത ചരണനഖര തുണ്ടങ്ങളാൽ വായ്പോടു കീറിനാനേറെ കുപിതനായി. പരമപുരുഷനുമുടനുണർന്നു നോക്കും വിധൗ പാരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ തൃണശകലമതികുപിതനായെടുത്തശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചയച്ചിടിനാൻ. സഭയം അവൻ അഖില ദിശി പാഞ്ഞു നടന്നിതു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവാൻ. അമരപതി കമലജ ഗിരീശ മുഖ്യന്മാർക്കും അവതല്ലെന്ന് അയച്ചോരവസ്ഥാന്തരെ. രഘുതിലകനടിമലരിൽ അവശമൊടു വീണിതു രക്ഷിച്ചു കൊള്ളേണമെന്നെ കൃപാനിധേ. അപരമൊരു ശരണമിക നഹി നഹി നമോസ്തുതേ. ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ. ഇതി സഭയമടിമലരിൽ വീണ് കേണിടിനാനിന്ദ്രാത്മജനാം ജയന്തനു അന്നേരം. സവിതൃകുലതിലകനഥ സസ്മിതം ചൊല്ലിനാൻ. സായകം നിഷ്ഫലമാകയില്ലെന്നുമേ അതിനു തവ നയനം അതിലൊന്നു പോം നിശ്ചയം. അന്തരമില്ല നീ പൊയ്ക്കൊള്ളുക നിർഭയം. ഇതി സദയമനു ദിവസം എന്നെ രക്ഷിച്ചവൻ ഇന്നുപേക്ഷിച്ചതെന്ത് എന്നുടെ ദുഷ്കൃതം. ഒരു പിഴയും ഒരു പൊഴുതിൽ അവനോടു ചെയ്തില്ല ഞാൻ. ഓർത്താൽ ഇതെന്നുടെ പാപമേ കാരണം. വിവിധമതി ജനക നൃപ ദുഹിതൃവചനം കേട്ട് വീരനാം മാരുതപുത്രനും ചൊല്ലിനാൻ. ഭവതി പുനരിവിടെ മരുവീടുന്നതേതുമേ ഭർത്താവ് അറിയായക കൊണ്ട് വരാഞ്ഞതും. ചടിതി വരുമിനി നിശിചരൗഘവും ലങ്കയും ശാഖാമൃഗാവലി ഭസ്മമാക്കും ദൃഢം. പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പാരിച്ച മോദേന ചോദിച്ചരുളിന. അധിക കൃശതനുരിഹ ഭവാൻ കപിവീരരും ഈ വണ്ണമുള്ളവരല്ലയോ. ചൊല്ലു നീ നിഖില നിശിചരർ അചല നിഭവിപുലമൂർത്തികൾ. നിങ്ങൾ അവരോടെതിർക്കുന്നതെങ്ങനെ? പവനജനും അവനി മകൾ വചനമതു കേട്ടുടൻ പർവത തുല്യനായി നിന്നാൻ അതിദ്രുതം. അധമിഥില നൃപതി സുതയൊടു ചൊല്ലിയിടിനാൻ. അഞ്ജനാപുത്രൻ പ്രഭഞ്ജനനന്ദനൻ. ഇതു കരുതുക കമലരിൽ ഇങ്ങനെയുള്ളവർ 21 വെള്ളം പടവരും. പവനസുത മൃദുവചനമിങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാർത്തു ചൊല്ലിയിടിനാൾ. അമിതബലനാശരവംശത്തിനന്തകൻ നീ ഇന്നതിനന്തരമില്ലടോ. രജനി വിരവൊടു കഴിയുമിനിയുടറുകെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം ജലനിധിയും അതിചപലം ഇന്നേ കടന്നങ്ങു ചെന്ന് രഘുവരനെ കാൺക നന്ദന. മമ ചരിതം അഖിലമറിയിച്ചു ചൂടാരത്നമാശു തൃക്കൈയിൽ കൊടുക്ക. വിരവിനോട് വരിക രവിസുതനും ഒരു സൈന്യവും വീരപുമാന്മാരിരുവരുമായി ഭവാൻ. വഴിയിലൊരു പിഴയും ഉപരോധവും എന്നിയേ വായുസുത പോക നല്ലവണ്ണം ധ്രുവം. വിനയ ഭയ കുതുക ഭക്തി പ്രമോദാന്യുതം വീരൻ നമസ്കരിച്ചിടിനാനന്ദികേ. പ്രിയവചന സഹിതനഥ ലോകമാതാവിനെ പിന്നെയും 3 വലത്തു വച്ചിടിനാൻ. വിടതരിക ജനനീ വിടകൊള്ളുവാനടിയൻ വേഗേന ഖേദം വിനാവാഴുക സന്തതം.
ഭവതു ശുഭമയി തനയ പതിതവ നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുകത്ര നീ സുഖമൊടിക ജഗതി സുചിരം ജീവജീവനീ സ്വസ്ത്യസ്തു തേ സ്വസ്ത്യസ്തു പുത്ര തേ സുസ്ഥിരശക്തിയും അനിലതനയനും അഖില ജനനിയൊടു സാദരം ആശീർവചനവാദായ പിൻവാങ്ങിനാൻ. സീതാദർശനം എന്ന് പറഞ്ഞാൽ ശരിയായ പ്രകൃതിയെ ദർശിക്കൽ തന്നെയാണ്. പരാവിദ്യയായ യോഗമായാദേവിയായ ജ്ഞാനസ്വരൂപിണിയായ ജഗദധീശ്വരിയായ വിശ്വപ്രജ്ഞയായ സീതയെ തന്നെയാണ് കാണുന്നത്. അതിൽ ആദ്യം ഈ പ്രജ്ഞാബലം എന്ന് പറയുന്ന ജ്ഞാനമൂർത്തിയായ ദേവി ആദ്യം വെളിപ്പെടുകയില്ല, വിശ്വാസ്യതയുണ്ടെങ്കിലേ വെളിപ്പെടുകയുള്ളൂ. ശങ്കരാചാര്യരോടൊപ്പം സരസ്വതി ദേവി ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിശ്വസിക്കാത്തിടത്തോളം കാലം ദേവി പുറകിലുണ്ടാവും, ജ്ഞാനം പുറകിലുണ്ടാവും. എവിടെ വെച്ച് അവിശ്വസിക്കുന്നോ അവിടെ അതിരിക്കും. അത് ശങ്കരാചാര്യരായാലും ശരി, സുമേഷ് കൃഷ്ണനായാലും ശരി, സരസ്വതി ദേവിയോട്, ജ്ഞാനദേവതയോട്, ധ്യാനമൂർത്തിയായ ദേവതയോട്, പരാവിദ്യയോട് വിശ്വാസ്യതയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് സത്യം. ആരായിരുന്നാലും ശരി. സുന്ദരകാന്ഡം നിബന്ധിച്ചിരിക്കുന്നത് അങ്ങനെയാണ് എഴുത്തച്ഛൻ. ശ്രദ്ധയോടുകൂടി വായിക്കുന്നവന് മാത്രം തിരിഞ്ഞാൽ മതി, അങ്ങനെ മതി. യോഗാത്മക ഭാവത്തോടുകൂടി വായിക്കുന്നവന് തിരിഞ്ഞാൽ മതി. നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെ തെറ്റാതെ വായിക്കുന്നത് കൊണ്ട് ഞാൻ യോഗാത്മക ഭാവമുള്ള ആളാണെന്ന്. അല്ല. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ രണ്ടാമതും മൂന്നാമതും ഒക്കെ ടേക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ്. ആ സത്യം ഞാൻ തുറന്നു പറയട്ടെ, നിങ്ങൾക്കും അറിയാമല്ലോ. ഇതിൽ 1-2 ഭാഗം വായിക്കുമ്പോൾ എനിക്കും പെശകിപ്പോയി കേട്ടോ. ഞാൻ റീടേക്ക് എടുപ്പിച്ചിട്ടാണ് അങ്ങനെയാണ് ചെയ്യുന്നത്. 1-2 ഭാഗത്ത് എനിക്കും തെറ്റിപ്പോയി. എന്നുവെച്ചാൽ ഏകാന്ത ചേതസ് ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ആ ഏകാന്ത ചേതസ്സുള്ള ഹനുമാന് ദേവിയെ പെട്ടെന്ന് കണ്ടുകിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഞാൻ എന്തുകൊണ്ട് 2-3 തവണ എനിക്ക് പിശകിപ്പോയി എന്നും റീടേക്ക് എടുത്തു എന്നും പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ സത്യസന്ധത അതാണ് ഒരു ഉപാസകനുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം. നിങ്ങളോട് തുറന്നു പറയുന്നതിൽ എനിക്ക് യാതൊരു സങ്കോചവും ഞാൻ വിചാരിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് അത് തുറന്നു പറഞ്ഞത്. ഇവിടെ സീതയെ കണ്ട് ശ്രീരാമൻ്റെ അടയാളമോതിരം, മുദ്രാമോതിരം കൊടുക്കുന്നു. അത് സീത കണ്ണിൽ തൊട്ട് വയ്ക്കുന്നു. കണ്ണീരോടുകൂടി ഹനുമാന് നന്ദി പറയുന്നു. തിരിച്ച് പരാവിദ്യയെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് അവിടുന്നൊരു ജ്ഞാനമുദ്ര തിരിച്ചു വാങ്ങണമെന്നൊരു യുക്തിയുണ്ട്. അവിടെ നിന്ന് തിരിച്ച് ചൂടാരത്നം കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത് കൊണ്ട് കൊടുത്താൽ ചിലപ്പോൾ വിശ്വാസം വരില്ലായിരിക്കും. ഒരു കാര്യം കൂടി നീ പറയണം. ഞങ്ങൾ മാത്രം ഉണ്ടായിരിക്കുമ്പോൾ പരിചിനുടെ പലരശകലങ്ങൾ ചിക്കം വിധവും. പലരശകലം എന്ന് വെച്ചാൽ ഇറച്ചി കഷ്ണമാണ്. പലരശകലം എള്ളുണ്ടയാണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. രാജാവിന് മാംസം നിഷിദ്ധമല്ല. സീതയും രാജപുത്രിയാണ്. മാംസം നിഷിദ്ധമല്ല. ഇവരൊക്കെ വെജിറ്റേറിയൻസ് ഒന്നും ആയിരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വനത്തിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരശകലങ്ങൾ, പച്ച ഇറച്ചി ഉണക്കാൻ വച്ചിരിക്കുക, കാവലിരിക്കുക. ഇറച്ചി ഉണക്കാൻ വച്ചിരിക്കുമ്പോൾ ഒരു കാക്ക വന്ന് കൊത്തുന്നു. അപ്പോൾ സീത കല്ലെടുത്തെറിഞ്ഞു ഒന്ന്. അപ്പോൾ ഈ കാക്ക ഉറങ്ങിക്കിടക്കുന്ന രാമനെ ഒന്നും ചെയ്തില്ല. കല്ലെടുത്തെറിഞ്ഞത് സീതയാണെന്ന് മനസ്സിലായിക്കൊണ്ട് സീതയെ വന്ന് കൊത്തി മുറിവേൽപ്പിക്കുക. സീത നിലവിളിക്കുന്ന കേട്ടിട്ട് രാമൻ ഉണർന്നു നോക്കുമ്പോഴാണ് തൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ നിന്നും ചോര ഒലിക്കുന്നു. അത് ചെയ്തത് കാക്കയായാലും ശരി, അതിനെ നിഗ്രഹിക്കുകയേ വേണ്ടൂ എന്ന് പറഞ്ഞ് തിരിച്ച് അസ്ത്രമെയ്യുകയാണ്. അപ്പോഴാണ് ഇത് കാക്കയല്ല എന്നും ദേവേന്ദ്രൻ്റെ മകൻ ജയന്തനാണ് എന്നും മനസ്സിലാവുന്നത്. ജയന്തൻ ഇങ്ങനെ പല അഭയകേന്ദ്രങ്ങളിലും പോകുന്നു. ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരോടത്തൊക്കെ പോകുന്നു. ദേവേന്ദ്രൻ്റെ അടുത്ത് പോയി അച്ഛാ എന്നെ രക്ഷിക്കണമെന്ന് പറയുന്നു. ദേവേന്ദ്രൻ പറയുന്നു, നാരായണസ്വാമിയുടെ അസ്ത്രമാണ്, എനിക്ക് ചെടുക്കാൻ കഴിയില്ല, നീ അദ്ദേഹത്തോട് തന്നെ ചെന്ന് മാപ്പ് പറയൂ എന്ന് പറയുകയും രാഘവേന്ദ്രസ്വാമിയുടെ കാൽക്കൽ വീണ് എന്നെ രക്ഷിക്കണേ, അറിയാതെ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് കരയുമ്പോൾ പ്രജാവത്സലനായ ഭക്തവത്സലനായ ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട്, രാമൻ്റെ അസ്ത്രം നിഷ്ഫലമാവുകയില്ല, അതുകൊണ്ട് നിനക്ക് ജീവഹാനി വരില്ല, നിൻ്റെ ഒരു കണ്ണ് പോകും എന്ന് പറഞ്ഞ് ഒരു കണ്ണിലേക്ക് ഈ അസ്ത്രം തറയ്ക്കുകയും
ഏകാക്ഷനായി ഭവിക്കുകയും ചെയ്തു എന്നാണ് കഥ. എന്നുവെച്ചാൽ ദേവേന്ദ്രൻ്റെ മകനായാലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ് എന്നാണ് രാമൻ്റെ തത്വം. അത് ആരോട് ചെയ്താലും അങ്ങനെ തന്നെയാണ്. ലക്ഷ്മീദേവിയായ സീതയോടായാലും ശരി, വനവാസിനിയായ ശബരിയോടായാലും ശരി, തെറ്റ് തെറ്റ് തന്നെയാണെന്ന്. എന്നുവെച്ചാൽ ശരിയായ മാർഗത്തിലൂടെയുള്ള ജീവിതമാണ് രാമനിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്നും, അങ്ങനെ സഞ്ചരിച്ച ഹനുമാനാണ് സീതയെപ്പോലെ ജ്ഞാനരൂപിണിയായ ഈശ്വരിയെ ദർശിക്കാനും വലത്തു വയ്ക്കാനും സാധിക്കുകയുള്ളൂ എന്നും, ആ ജ്ഞാനത്തിൻ്റെ മുദ്ര ഉള്ളിൽ അണിഞ്ഞുകൊണ്ടാണ് ഹനുമാൻ തിരികെ പോകുന്നത് എന്നും പറയുമ്പോൾ ശരിയായ അറിവ് ശരിയായ സ്വാതന്ത്ര്യബോധത്തെ പകർന്നു നൽകുന്നു എന്ന ദർശനമാണ് എഴുത്തച്ഛൻ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ. നന്ദി.